സാമ്പാർ പൊടി ഉണ്ടാക്കിയതുകൊണ്ട് ഒരു സാമ്പാർ വെക്കാം നമുക്ക്. 1/2 കിലോ മല്ലി ചെറിയ തീയിലിട്ട് ഇതേപോലെ ക്രിസ്പ് ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. 250 മുളക് ഇതേപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് വീർത്ത് വരണ വരെ വറുത്തെടുക്കാം. 50 ഗ്രാം ഉഴുന്നുപരിപ്പും ചെറിയ തീയിൽ പുളിയുറുമ്പിൻ്റെ കളർ വരെ വറുത്തെടുക്കാം. 100 ഗ്രാം കടലപ്പരിപ്പും ഇതേ കളറിൽ തന്നെ വറുത്തെടുക്കാം. 50 ഗ്രാം പച്ചരിയും ഇതേ കളറിൽ വറുത്തെടുക്കാം. 80 ഗ്രാം ഉലുവയാണ് ഞാൻ വറുത്തത്. 100 ഗ്രാം വരെ വറുക്കാം. അതിനുശേഷം 100 ഗ്രാം കായം കൂടി ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതേ ചട്ടിയിൽ കറിവേപ്പില ഒരു പിടിയും കൂടി മൊരിയിച്ചെടുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. എല്ലാവരും മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടി റെഡി. കുക്കറിൽ 1 ഗ്ലാസ് പരിപ്പിട്ട് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഷ്ണങ്ങൾ ഇട്ട ശേഷം 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കുക്കറിൻ്റെ മൂടിയിൽ അല്പം വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെറിച്ചു പോവില്ല. വെന്ത ശേഷം 1 നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ച് ഉപ്പിട്ട് കടുക് വറുത്താൽ സാമ്പാർ റെഡി. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കും.